നിങ്ങൾ വരയ്ക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഒരു പെൻസിലിൽ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ രാവിലെ ഉറക്കം ഉണരുന്ന സമയം മുതലേ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഡ്രോയിങ് അല്ലെങ്കിൽ ആർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത എൻ്റെ മോർണിംഗ് റൊട്ടീൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പണ്ടൊക്കെ ഞാൻ ഉറക്കത്തിൽ എണീക്കുന്ന സമയത്ത് ഒട്ടും എനർജി ഇല്ലായിരുന്നു, ഒട്ടും എണീക്കാനേ തോന്നില്ല. എന്നിട്ട് അവിടെ കിടന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ കിടക്കും. എന്നിട്ട് അവിടെ നിന്ന് 1.5 മണിക്കൂർ കഴിയുമ്പോഴേ ബെഡിൽ നിന്ന് എണീറ്റ് വരുള്ളൂ. രാവിലെ എണീറ്റ് ആദ്യം കാണുന്നത് റീലുകളായിരിക്കും. പിന്നീട് വരയ്ക്കാൻ ഇരുന്നാൽ പോലും മൊബൈൽ കയ്യിലുണ്ടാവും, മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. വരയ്ക്കാൻ ഒട്ടും സമയം കിട്ടാത്തൊരവസ്ഥയും. പക്ഷേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തത് എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഞാൻ ഫിക്സ് ചെയ്തപ്പോഴാണ്. നിങ്ങൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞ് ആദ്യത്തെ 90 മിനിറ്റ്സ് ഉണ്ടല്ലോ, 90 മിനിറ്റ്, ആ സമയത്താണ് നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഞാനിത് കറക്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. ഞാൻ എണീറ്റതിന് ശേഷം നേരെ മൊബൈൽ നോക്കി പോകുന്ന പരിപാടി ഒഴിവാക്കി. തീർച്ചയായിട്ടും മൊബൈൽ അലാം വെച്ചിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അലാം ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ മൊബൈലിൽ റീല് കാണുന്ന സ്വഭാവം ഞാൻ ഒഴിവാക്കി. അത് കാണാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വിചാരിക്കും 90 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണുള്ളൂ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് വേറൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമ്മൾ അതിരാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കുറച്ച് ടൈം കിട്ടും അല്ലേ? ശരിക്കും ഈ ചിന്തകളിൽ നിന്നുമാണ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ചിത്രങ്ങളിൽ അത് ശരിക്കും എഫക്റ്റീവായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അത്തരത്തിൽ രാവിലെ എണീക്കുന്ന സമയത്ത് വരയ്ക്കാനുള്ള മൂഡ് ഉണ്ടെങ്കിൽ എനിക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസ് ഇങ്ങനത്തെ ഒരു കൊച്ചു ഡയറിയിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് അതിനുശേഷം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളോ ജിമ്മിൽ പോകുന്നതോ നടക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ ചിന്തകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നേ. എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം ആർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നിയതും രാവിലെ എണീക്കുമ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത ഒരു 7 days ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നവർ ക്രിയേറ്റിവിറ്റി എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം.